ഇടുക്കി ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ ശക്തം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം. ജനജാഗ്രതാ സമിതിയുടെയും റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രൈമറി റെസ്പോൺസ് ടീം എന്നിവയുടെയും പ്രവർത്തനം ശക്തമാക്കും. സംഘർഷ സാധ്യത കൂടിയ മേഖലകളിൽ പ്രദേശവാസികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകും. ക്ഷീര കർഷകർക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോളാർ ഫെൻസിംഗ് നടപ്പാക്കുന്നത് പരിഗണനയിലുണ്ട്. കൂടാതെ ട്രഞ്ച് നിർമ്മാണം തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ യോഗം നിർദ്ദേശിച്ചു. ഓരോ ഡിവിഷന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്താണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കേണ്ടത്. ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ തയ്യാറാക്കണം. ഓരോ വനമേഖലയുടെയും സംഭരണശേഷി സംബന്ധിച്ച് പഠനം നടത്തിവരികയാണ്. വനമേഖലകളിലെ അനധികൃത വേലികളും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും. അടിയന്തര ഘട്ടത്തിൽ വിനിയോഗിക്കുന്നതിനായി എമർജൻസി ഫണ്ട് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ദേവികുളം ആസ്ഥാനമായാണ് പ്രധാന RRT പ്രവർത്തിക്കുന്നത്. ചിന്നക്കനാൽ ആസ്ഥാനമാക്കി മറ്റൊരു RRT കൂടി സജ്ജമാക്കണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 64 RRTകളിലായി 649 പേരാണ് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. തൊടുപുഴ, അറക്കുളം മേഖലയിലും RRTയുടെ സേവനം ലഭ്യമാക്കണം. വനാതിർത്തി മേഖലകളിലെ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ യോഗം നിർദ്ദേശിച്ചു. കാട് മൂടിക്കിടക്കുന്ന എസ്റ്റേറ്റുകൾ കാട് വെട്ടിത്തെളിക്കുന്നതിന് ഉടമകൾക്ക് നിർദ്ദേശം നൽകും. വന്യജീവി സംഘർഷ മേഖലകളിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന ലാൻഡ്സ്കേപ്പ് ലെവൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് റിഡക്ഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ശക്തമാക്കും. വനഭൂമിയിലൂടെ കട്ടപ്പന പീരുമേട് 119 kV ലൈൻ വലിക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് DK വിനോദ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.